നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡ്രോൺ മേഖലയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 6 ഇന്ത്യൻ കമ്പനികളെ പറ്റിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ അടുത്ത 10-15 വർഷങ്ങളിൽ വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡ്രോൺ ഇൻഡസ്ട്രിയും അതുപോലെ UAV എന്ന് പറയുന്നതും. ഈ UAV എന്ന് പറഞ്ഞാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയാം. അതായത് റിമോട്ട് കൺട്രോളിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഓട്ടോണമസ് ആയി ഒരു ടാർഗറ്റിൽ പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള വാഹനങ്ങളാണ് UAVs എന്ന് പറയുന്നത്. ഈ UAV രംഗത്തും ഡ്രോൺ മേഖലയിലും ഇന്ത്യ വേണ്ടത്ര ഗ്രോ ചെയ്തിട്ടില്ല. അതേസമയം ഒത്തിരി സെഗ്മെൻറ്റുകളിൽ ഡ്രോണുകൾക്ക് വലിയ ഉപയോഗമാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലായി ഗവൺമെൻറ് നമ്മുടെ ഡ്രോൺ പോളിസിയിൽ കാര്യമായിട്ടുള്ള ലിബറലൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും കാലങ്ങളിൽ ഈ സെക്ടർ വലിയ രീതിയിൽ ഗ്രോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒത്തിരി സെഗ്മെൻറ്റുകളിൽ ഡ്രോണുകൾക്ക് വലിയ ഉപയോഗമാണുള്ളത്. ഉദാഹരണമായി ലാൻഡ് സർവേ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്പെക്ഷൻ, സർവേലൻസ് പർപ്പസുകൾ, ലോജിസ്റ്റിക് പർപ്പസുകൾ, അതുപോലെ അഗ്രികൾച്ചറൽ പർപ്പസുകൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കൂടാതെ ഡിഫൻസ് സെക്ടർ, ഇങ്ങനെ ഒത്തിരി മേഖലയിൽ വലിയ രീതിയിലുള്ള റോളാണ് ഈ ഡ്രോണുകൾക്കും അതുപോലെ UAVകൾക്കും ഉള്ളത്. 2030 ഇന്ത്യ ഒരു ഗ്ലോബൽ ഡ്രോൺ ഹബ്ബായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ഇന്ത്യൻ ഡ്രോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 2,900 കോടിയുടെ ഇൻഡസ്ട്രി ആണെങ്കിൽ അത് 2030 ആകുമ്പോഴേക്കും 2,95,000 കോടിയുടെ ഇൻഡസ്ട്രിയായി വളരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡ്രോൺ എക്സ്പോർട്ടിനും വലിയ രീതിയിലുള്ള ഗ്രോത്താണ് പ്രതീക്ഷിക്കുന്നത്. 2025 ഡ്രോൺ എക്സ്പോർട്ട് ഏകദേശം 4,300 കോടി എത്തുമെന്നും അത് 2030 ആകുമ്പോഴേക്കും 47,000 കോടിയുടേതാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ഈ ഡ്രോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അടുത്ത ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 10-15 വർഷത്തേക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ഒരു സൺറൈസ് ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഡ്രോൺ മേഖലയിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 6 കമ്പനികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം കമ്പനികളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഡ്രോൺ ഇൻഡസ്ട്രി അതുപോലെ UAV രംഗത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഇന്ത്യൻ കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കമ്പനി ഒന്നാമതായിട്ട് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഈ കമ്പനി കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ഈ കമ്പനി അവരുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി വഴിയാണ് ഈ UAV രംഗത്തും അതുപോലെ ഡ്രോൺ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഇസ്രായേൽ, ലാറ്റ്വിയ, അതുപോലെ ഇറ്റലി എന്നീ രാജ്യങ്ങളിലുള്ള UAV മാനുഫാക്ചറിങ് കമ്പനികളുമായി ടൈപ്പിലായിട്ടുണ്ട്. ഈ കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. ഈ പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റിങ്ങിന് ശേഷം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുകയും നിലവിൽ 71.3 എന്ന് പറയുന്ന PE റേഞ്ചിൽ 622 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 2,425 കോടി രൂപയാണ്. അഥവാ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഈ പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഈ കമ്പനി. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഈ കമ്പനി ഏകദേശം 54.63 കോടിയുടെ റവന്യൂ ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ഏകദേശം 41.48 കോടിയുടേതായിരുന്നു. ഇയർ ഓൺ ഇയർ കമ്പനി 4.80% ഗ്രോത്താണ് റവന്യൂവിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജൂൺ ക്വാർട്ടറിൽ 7.53 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ 9.03 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ കമ്പനിക്ക് TTM റവന്യൂ ആയിട്ട് 200 കോടിയുടെ റവന്യൂ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ 2023 ഫിനാൻഷ്യൽ ഇയർ ഈ കമ്പനിക്ക് 34 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഏകദേശം 39 കോടി രൂപയാണ്. അഥവാ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 3.9 കോടി ഷെയർസാണ് ഈ കമ്പനി ഇറക്കിയിട്ടുള്ളത്. കമ്പനിയുടെ റിസർവ് 355 കോടിയും കമ്പനിയുടെ ബോറോയിങ്സ് വെറും 29 കോടിയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലായിട്ട് കമ്പനി അവരുടെ ബോറോയിങ്സിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ 58.94% ഷെയറുകളും കമ്പനി പ്രൊമോട്ടേഴ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അതേസമയം FIS അവരുടെ ഹോൾഡിങ്സ് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഇൻക്രിമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ജൂൺ ക്വാർട്ടറിൽ 0.23% FISൻ്റെ ഹോൾഡിംഗ് എന്നുണ്ടെങ്കിൽ അത് 0.81% ഉയർത്തിയിട്ടുണ്ട്. അതേസമയം DIS അവരുടെ ഹോൾഡിങ്ങിൽ ചെറിയ രീതിയിലുള്ള കുറവാണ് വരുത്തിയിട്ടുള്ളത്. 2.60 നിന്നും 2.33% കുറച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ പാരാസ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിലവിൽ ഈ കമ്പനി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 622 രൂപ റേഞ്ചിലാണ്.
പ്രധാനമായും ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഡ്രോൺ മേഖലയിലും അതുപോലെ UAV രംഗത്തും കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ഈ ഡ്രോൺ സെക്ടറിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ കമ്പനി സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കമ്പനിയാണ് സൊമാറ്റോ. ഈ കമ്പനി 2018 ടെക് ഈഗിൾ എന്ന് പറയുന്ന ലക്നോ ബേസ് ചെയ്തുള്ള ഡ്രോൺ സ്റ്റാർട്ടപ്പിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. ഈ കമ്പനി ഡ്രോൺ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അവരുടെ ഫുഡ് ഡെലിവറി കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഹബ്ബ് ടു ഹബ്ബ് ഡെലിവറി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റിങ്ങിന് ശേഷം വലിയ രീതിയിൽ റാലി നടത്തിയെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള കറക്ഷനാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള വെൽത്ത് ലോസാണ് ഈ കമ്പനി ഓൾറെഡി ജനറേറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. ഏകദേശം 54,731 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 64 രൂപ റേഞ്ചിലാണ്. അഥവാ കമ്പനി ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ് എന്ന് പറയാം. കമ്പനി 158 എന്ന് പറയുന്ന ഹൈയും 40.6 എന്ന് പറയുന്ന ലോയും ക്രിയേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ലോസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സൊമാറ്റോ എന്ന് പറയുന്ന ഈ കമ്പനി. മാത്രമല്ല ലിസ്റ്റിങ്ങിന് ശേഷം വലിയ രീതിയിൽ ലോസ് റെക്കോർഡ് ചെയ്ത ഈ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് അഥവാ 12 കോടിയുടെ പ്രോഫിറ്റും 0.01 അഥവാ 1 പൈസയുടെ EPSുമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ ഏകദേശം 834 കോടിയുടെ ഷെയർ ക്യാപിറ്റലാണ് കമ്പനിക്കുള്ളത്. അഥവാ 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 834 കോടി ഷെയർസാണ് കമ്പനി മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. കമ്പനിയുടെ റിസർവ് 19,481 കോടിയും കമ്പനിയുടെ ബോറോയിങ്സ് 142 കോടി രൂപയുമാണ്. നിലവിൽ ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്ക് ഇല്ല. അതേസമയം FIS ആണ് മേജർ സ്റ്റേക്കുകളും ഹോൾഡ് ചെയ്യുന്നത്. 57.87% സ്റ്റേക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും 6.41% സ്റ്റേക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ FISും DISും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി കൺസിഡർ ചെയ്യേണ്ടതാണ്. അതേസമയം ഈ കമ്പനി നിലവിൽ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം 1098 കോടിയുടെ ലോസാണ് കമ്പനി റെക്കോർഡ് ചെയ്തത്. അതുപോലെ അടുത്ത 2023 മാർച്ച് മാസത്തിൽ 519 കോടിയുടെ ലോസാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു കമ്പനിയല്ല സൊമാറ്റോ എന്ന് പറയുന്ന ഈ കമ്പനി. മൂന്നാമതായി ഈ ഡ്രോൺ അതുപോലെ UAV രംഗത്ത് കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഹൈദരാബാദ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനി പ്രധാനമായും ഡ്രോൺ ടെക് കമ്പനിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ലീഡിംഗ് ഡിഫൻസ് ട്രെയിനിങ് സൊല്യൂഷൻസ് പ്രൊവൈഡർ കൂടിയാണ് ഈ സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി. ഇവർ പ്രധാനമായും ടെക്നോളജി മേഖലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൂടാതെ USA-ലും അവർക്ക് ഓഫീസുകളുണ്ട്. ഈ സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി നിലവിൽ 193 റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1536 കോടിയാണ്. അഥവാ കമ്പനി ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണെന്ന് പറയാം. കമ്പനി 258 എന്ന് പറയുന്ന ഹൈയും 144 എന്ന് പറയുന്ന ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ നിലവിലെ PE 96.1 പറയുന്ന ഹൈ PEയിലാണ് കമ്പനി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 2.4%, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 1.02%, ഷെയറുകളുടെ ഫേസ് വാല്യൂ 1 രൂപയുമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനി 33.41 കോടിയുടെ റവന്യൂ ആണ് റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ഏകദേശം 37.07 കോടിയുടെ റവന്യൂ ആയിരുന്നു. അതേസമയം ഇയർ ഓൺ ഇയറിൽ കമ്പനി 112% ഗ്രോത്താണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 7.63 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുൻപത്തെ ജൂൺ ക്വാർട്ടറിൽ 7.03 കോടി രൂപയായിരുന്നു. കമ്പനിയുടെ ആനുവൽ റിസൾട്ട് പരിശോധിച്ചാൽ 2020 മാർച്ചിൽ നല്ല രീതിയിലുള്ള റിസൾട്ടായിരുന്നു കമ്പനി റെക്കോർഡ് ചെയ്തത്. ഏകദേശം 149 കോടിയുടെ റവന്യൂ ആണ് 2020 മാർച്ചിൽ കമ്പനി റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ 2 വർഷങ്ങളിലായി മോശം റിസൾട്ടായിരുന്നു കമ്പനി റെക്കോർഡ് ചെയ്തത്. ഏകദേശം 2021 55 കോടിയുടേതും 2022 70 കോടിയുടെയും റവന്യൂ ആയിരുന്നു കമ്പനി റെക്കോർഡ് ചെയ്തത്. അതുപോലെ ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പരിശോധിച്ചാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും മോശം പെർഫോമൻസ് ആയിരുന്നു കമ്പനി കാഴ്ചവെച്ചത്. 2020 59 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്ത ഈ കമ്പനി 2021 22 വെറും 3 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റെക്കോർഡ് ചെയ്തത്. നിലവിൽ ഈ കമ്പനിയുടെ റിസൾട്ട് അത്ര പ്രോമിസിങ് റിസൾട്ടുകളല്ല എങ്കിലും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി ഈ ഡ്രോൺ മേഖലയിലും അതുപോലെ ഡിഫൻസ് ട്രെയിനിങ്സ് മേഖലയിലുമെല്ലാം കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം 60.19% ഷെയറുകളാണ് ഹോൾഡ് ചെയ്യുന്നത്. FIS കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും 0.01% ഇൻവെന്റ് ക്വാർട്ടറിൽ നടത്തിയിട്ടുള്ളത്, അഥവാ 0.32% നിന്നും 0.33%. അതേസമയം DIS 0.01% നിന്നും 0.11% അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി കൺസിഡർ ചെയ്യാവുന്നതാണ്. 29 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനിക്ക് നിലവിൽ 432 കോടിയുടെ ഓർഡർ ബുക്കാണ് ഉള്ളത്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡിഫൻസ് ട്രെയിനിങ്, ആൻറ്റി ഡ്രോൺ, ആൻറ്റി UAV എന്നീ മേഖലയിൽ വലിയ രീതിയിലുള്ള വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ റിസർച്ച് ആൻഡ് ടെക്നോളജി രംഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനി നിലവിൽ 112 പാറ്റൻറ്റുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി സർവീസുകളുടെ AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന രീതിയിൽ നിലവിൽ 40 കോടിയുടെ റവന്യൂ ഈ കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വരും വർഷങ്ങളിൽ 50 കോടിയുടെ റവന്യൂ ആയി ഗ്രോ ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കമ്പനിയിൽ നിലവിലെ പ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ഡ്രോൺ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 4ാമത്തെ കമ്പനി രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ കമ്പനി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഡ്രോൺ സെക്ടറിൽ നടത്തിയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വ്യൂ കഴിഞ്ഞ വീഡിയോയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കമ്പനിയിലേക്ക് പോവാം. 5ാമതായി ഡ്രോൺ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള മറ്റൊരു കമ്പനി ഇൻഫോ എഡ്ജ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്, അഥവാ നൗക്കറി എന്ന് പറയുന്ന കമ്പനിയാണ്. ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള സ്കൈലാർക്ക് ഡ്രോൺസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രോമിസിംഗ് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഈ ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന കമ്പനി നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 3955 എന്ന് പറയുന്ന റേഞ്ചിലാണ്. 6005 എന്ന് പറയുന്ന ഹൈയും 3313 എന്ന് പറയുന്ന ലോയും ക്രിയേറ്റ് ചെയ്ത ഈ കമ്പനി നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 51008 എന്ന് പറയുന്ന മാർക്കറ്റ് ക്യാപ്പിലാണ്, അഥവാ കമ്പനി ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണെന്ന് പറയാം. കമ്പനിയുടെ PE എന്ന് പറയുന്നത് 17.2 മാത്രമാണ്, അതായത് കമ്പനി ലോവർ PEയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 24.3ഉം റിട്ടേൺ ഓൺ ഇക്വിറ്റി 21.8ഉം കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയുമാണ്. ഒത്തിരി സ്റ്റാർട്ടപ്പുകളിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഈ കമ്പനി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ പിന്നീട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഡ്രോൺ സെക്ടറിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 6ാമത്തെ കമ്പനി DCM ശ്രീറാം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ DCM ശ്രീറാം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി സൈറോൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന ടർക്കിഷ് UAV ആൻഡ് ഡ്രോൺ മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഏകദേശം $1 മില്യൺ ഉപയോഗിച്ചുകൊണ്ട് ടർക്കിഷ് കമ്പനിയായുള്ള സൈറോൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 30% ഷെയറുകളുമാണ് DCM ശ്രീറാം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുള്ളത്. വെറും 605 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ 52 വീക്ക് ലോയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 69.6 രൂപയിലാണ്. കമ്പനി 126 രൂപ എന്ന് പറയുന്ന ഹൈയും 68.2 എന്ന് പറയുന്ന ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 11% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും 10.1% റിട്ടേൺ ഓൺ ഇക്വിറ്റിയുമുള്ള ഈ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ ക്വാർട്ടറിൽ വളരെ മോശപ്പെട്ട റിസൾട്ടാണ് കമ്പനി റെക്കോർഡ് ചെയ്തത്, അഥവാ 709 കോടിയിൽ നിന്നും 532 കോടിയായിട്ട് റവന്യൂ റെഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലും കാര്യമായിട്ടുള്ള ഡിക്ലൈനാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 16.37 നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത കമ്പനി സെപ്റ്റംബർ ക്വാർട്ടറിൽ വെറും 93 ലക്ഷത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ കമ്പനിക്ക് 17 കോടിയുടെ ഷെയർ ക്യാപിറ്റലാണ് നിലവിലുള്ളത്. അതേസമയം 668 കോടിയുടെ റിസർവും 382 കോടിയുടെ ബോറോവിങ്സുമാണ് കമ്പനിക്ക് നിലവിലുള്ളത്. ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സ് 50.11% സ്റ്റേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. FIS കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 0.35 നിന്നും 0.25% സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് അവരുടെ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേസമയം DIS അവരുടെ സ്റ്റേക്കിൽ വലിയ രീതിയിലുള്ള ഇൻക്രിമെൻ്റാണ് നടത്തിയിട്ടുള്ളത്, അഥവാ ജൂൺ ക്വാർട്ടറിൽ 0.01%-ൽ നിന്നും 7.83%-ആയിട്ട് DIS അവരുടെ സ്റ്റേക്ക് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഉയർത്തിയിട്ടുണ്ട്. ഈ കമ്പനി കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ മോശപ്പെട്ട റിസൾട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കമ്പനിയിൽ കാര്യമായിട്ടുള്ള സ്റ്റേക്ക് ഇൻക്രിമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല കമ്പനി ഡ്രോൺ മേഖലയിലും കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതും ഈ കമ്പനിക്ക് പോസിറ്റീവായി കൺസിഡർ ചെയ്തുകൊണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ കമ്പനി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും സംസാരിച്ചത്
ഡ്രോൺ മേഖലയിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള 6 ഇന്ത്യൻ കമ്പനികളെ പറ്റിയാണ്. ഈ 6 കമ്പനികളിൽ പാരാസ് ഡിഫൻസ്, രത്തൻ ഇന്ത്യ, സെൻ ടെക്നോളജീസ്, ഇൻഫോ എഡ്ജ് എന്നീ 4 കമ്പനികൾ വളരെ പ്രോമിസിംഗ് കമ്പനികളാണ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും ഈ കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. ഈ കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റെക്കമെൻഡേഷൻ അല്ല. ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.